ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് നല്ല നാടൻ ഞണ്ടാണ് കിട്ടിയിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ കറി വെക്കുന്നതെന്ന് നോക്കാം. കുറച്ച് സവാള, എന്നുവെച്ചാൽ ഒരു സവാള, പിന്നെ കുറച്ച് ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഒരു ചെറിയ തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതൊക്കെയാണ് നമുക്ക് കറി വെക്കാൻ വേണ്ടത്. നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം ചൂടാവാനായിട്ട്. കുറച്ച് പാലൂടെ ഉണ്ട്, തേങ്ങാപ്പാലാണത്. ഇനി നമുക്ക് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം, ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ആവിയൊക്കെ വരുന്നുണ്ട്, ചൂടായി. ആ ചട്ടി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. നാടൻ ഞണ്ട് കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായിട്ട് നമ്മളതിൽ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് പൊട്ടിയതിലേക്ക് സവാള, അരിഞ്ഞു വെച്ച സവാള ഇട്ട് അതൊന്ന് ജസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് ചെറിയുള്ളി, നമ്മൾ നേരത്തെ നന്നാക്കി വെച്ച ചെറിയുള്ളി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടാൽ വേഗം വാടുമെന്ന് പണ്ടുള്ളവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. ഞണ്ട് കറി എല്ലാവർക്കും ഇഷ്ടമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞണ്ട് കറി ഉണ്ടായത് കൂട്ടി മാത്രം ഞാൻ ചോറിനു. അങ്ങനെ അത് ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം കേട്ടോ. മൂടി വെച്ചാൽ ഒന്ന് വേവട്ടെ. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഒരു ട്രാൻസ്പെറൻറ്റ് കളറായിട്ടുണ്ട്. ഇങ്ങനെയാണത് വാടി വന്ന് നിൽക്കുക. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് സാമഗ്രികളൊക്കെ ചേർക്കാനുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി എടുക്കാം, തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇഞ്ചി ചതച്ച് വെച്ച ഇഞ്ചിയാണ്, ഇഞ്ചി എടുക്കാം. നമ്മുടെ അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളി ഉണ്ട്, വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കാം. നന്നായിട്ട് ഇളക്കാം. എന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ അത്. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ പച്ചമുളക്, കുറച്ച് പച്ചമുളക്, 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ, അത് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് എടുത്തോളൂ കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇളക്കി നന്നായിട്ട് അതെല്ലാം കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് നേരം വെക്കാം. ഓക്കെ. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർക്കണം. മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ഒരു സ്പൂണ്, ചെറിയ സ്പൂണ്. മല്ലിപ്പൊടി കുറച്ച് ഒരു 2 സ്പൂൺ ഉണ്ട് കേട്ടോ അത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗരം മസാല അതുകൂടെ ചേർക്കാം. അതാണ് ഇതിൻ്റെ മെയിൻ. ഗരം മസാല ഇവിടെ ചേർക്കാം. പിന്നെ പച്ചമുളക് കുറച്ചല്ലേ ഇട്ടുള്ളൂ, മുളകും അങ്ങനെ കുറച്ച് കുരുമുളകിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് കുരുമുളക് ഇട്ടു. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി അപ്പോൾ അത്യാവശ്യം മസാലയൊക്കെ ഉള്ളിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഞണ്ടെടുക്കണം. ഞണ്ട് വന്ന് കഴുകി വൃത്തിയാക്കി വെച്ച ഞണ്ടാണ്. അതിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഞണ്ടെല്ലാം ഇട്ടൊന്ന് ഇളക്കുകയാണ്. ഓക്കെ. മിക്സ് ചെയ്തിട്ട് നമുക്കതിലേക്ക് കുറച്ച്, ഒരുപാട് ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് വേവണ്ടേ. ഞണ്ടിന് അത്യാവശ്യം വേവുണ്ട്. ഒരു 10-15 മിനിറ്റൊക്കെ ഞണ്ട് വേവിക്കണം. എന്നാലേ ഉള്ളൂ ഞണ്ടിലുള്ള ആ വെള്ളമൊക്കെ ഇറങ്ങി ആ ടേസ്റ്റ് അതിലേക്ക് പിടിക്കുക. അപ്പോൾ നമുക്കിത് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഓക്കെ. മൂടി വെച്ച് വെന്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്ലെയിം ഞാൻ കുറച്ച് ഹൈ ഫ്ലെയിം ആക്കി ഇട്ടിട്ടുണ്ട്, അത് തിളച്ച് കെട്ടാൻ വേണ്ടിയിട്ട്. തിളച്ച് കിട്ടിയിട്ട് ഞാൻ വീണ്ടും ലോ ഫ്ലെയിം ആക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് വേവട്ടെ. അങ്ങനെ നമ്മുടെ അത് വെന്ത് വന്നിട്ടുണ്ട്. നല്ല മണം. ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടിട്ട് തന്നെ നാവിലെ വെള്ളം. ഇനി നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്.
നല്ല നാടൻ ഞണ്ട് കറിക്ക് തേങ്ങാപ്പാൽ ഇങ്ങനെ വരണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പതച്ചിട്ടുണ്ട്. കണ്ടോ നമ്മുടെ ഞണ്ട് കറി. അയ്യവ, ഇതിങ്ങനെ കൂട്ടി ചോറൊക്കെ തിന്നണം, സെറ്റാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ കുറച്ച് വറ്റിച്ചെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ചാറ് വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. എനിക്ക് രണ്ടിൻ്റെയും മിഡിലാണ് വേണ്ടത്. ഇതാ ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ കറി റെഡി ആയിരിക്കുന്നത്. സൂപ്പറാണ്, എല്ലാവരും ട്രൈ